ചിറകിൻ കീഴെങ്ങും ചേർത്തു സൂക്ഷിച്ചീ. ക്രിസ്തുവിന് നേരെ ഫരിസേയർ എല്ലാ കാലത്തും വിരൽ ചൂണ്ടിയിരുന്നു. ഈ വിരൽ ചൂണ്ടിയിരുന്നത് നിയമങ്ങളുടെ അളവുകോൽ വെച്ചിട്ടാണ്. എല്ലാ കാലത്തും യേശു എന്ത് തെറ്റ് ചെയ്യുന്നുവെന്ന് നോക്കി, അവൻ ഏത് നിയമം ലംഘിക്കുന്നുവെന്ന് നോക്കി ഫരിസേയർ അവൻ്റെ പിന്നാലെ നിഴൽ പോലെ കൂടെ നടന്നു. ഇങ്ങനെ നിഴൽ പോലെ കൂടെ നടന്ന ഫരിസേയരുടെ ചിത്രമാണ് വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. യേശു സിനഗോഗിൽ ഒരു കൈ ശോഷിച്ച ഒരുവനെ സുഖപ്പെടുത്തുന്നു. ഇത് യേശു സിനഗോഗിൽ ചെയ്ത രണ്ടാമത്തെ അത്ഭുതമാണ്. ആദ്യത്തെ ഒരു അത്ഭുതം കഴിഞ്ഞു, അന്ന് തന്നെ യേശുവിനെ ഫരിസേയർ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടെ ചെയ്യുകയാണെങ്കിൽ ഇവനെ നമുക്ക് തെളിവ് സഹിതം പിടിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ യേശു സിനഗോഗിൽ പഠിപ്പിക്കുമ്പോൾ ഇവരിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് നോക്കി. അങ്ങനെ അവൻ നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ നിയമങ്ങളുടെ ലംഘനത്തിൻ്റെ എണ്ണം നോക്കാനായി വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ ക്രിസ്തു വീണ്ടും ഒരു വിരൽ ചൂണ്ടി. അത് ഈ ഫരിസേയരുടെ നേരെയല്ല, ഒരു കൈ ശോഷിച്ച ഒരുവൻ്റെ മേലെ. എന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേൽക്കൂ. അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ ഒരു ഏറ്റവും വേദനിക്കുന്ന അവൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി അവൻ്റെ കൈനെ സുഖപ്പെടുത്തുകയാണ്. ഇത് വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഫരിസേയർ കൈ ചൂണ്ടിയത് ക്രിസ്തുവിന് നേരെ, ക്രിസ്തു കൈ ചൂണ്ടിയത് കൈ ശോഷിച്ച ഒരു പാവപ്പെട്ടവൻ്റെ നേരെ. അങ്ങനെ ഫരിസേയർക്ക് പറയാനുള്ളത് ക്രിസ്തുവിനെതിരെയുള്ള ആരോപണം, ക്രിസ്തുവിന് പറയാനുള്ളത് ഒരു പാവപ്പെട്ടവൻ്റെ വേദനയിലെ സൗഖ്യം. ഇനി കൈ ശോഷിച്ച ഒരുവൻ അവൻ്റെ കൈ സുഖം പ്രാപിച്ചു. അവനും കൈ നീട്ടി. അവൻ തിരിച്ച് കൈ നീട്ടിയത് ജനങ്ങളുടെ നേരെ. അവന് പറയാനുള്ളത് ആ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആ വലിയ സാക്ഷ്യത്തിൻ്റെ കഥ. മനുഷ്യരൊക്കെ എന്ത് മനോഹരമായിട്ടാണ് വിരലുകളൊക്കെ ചൂണ്ടി സംസാരിക്കുന്നതല്ലേ. വിരലുകൾ ചൂണ്ടാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ഫരിസേയരുടെ വിരലൊക്കെ ചൂണ്ടിക്കൊണ്ടിരുന്നത് ക്രിസ്തുവിനെ എതിർക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ വിരലൊക്കെ ചൂണ്ടിക്കൊണ്ടിരുന്നത് ഓരോ പാവപ്പെട്ടവനും സൗഖ്യത്തിൻ്റെ കഥ നൽകാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൻ്റെ സൗഖ്യം സ്വീകരിച്ചവരൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നത് അവനെക്കുറിച്ച് സാക്ഷ്യം നൽകാനാണ്. മനുഷ്യരൊക്കെ വ്യത്യസ്തരാണെന്ന് ഇന്നത്തെ ഗോസ്പൽ നമ്മൾ പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, ഓരോരുത്തരുടെയും ഉള്ളാണ് അവരുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ക്രിസ്തുവിനെ കേൾക്കാൻ രണ്ട് കൂട്ടർ മനുഷ്യരുണ്ടായിരുന്നു. ഒന്ന്, അവനെ സ്നേഹിക്കുന്നവർ. രണ്ട്, അവനെ വെറുക്കുന്നവർ. എല്ലാവരും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേൾക്കുന്നത്. എന്നിട്ടും മനോഭാവങ്ങൾക്ക് എന്തുമാത്രം വ്യത്യസ്തത ഉണ്ടായിരുന്നു. കുറച്ചുപേർ യേശുവിനെ കൂടുതൽ സ്നേഹിക്കാനായി അവനെ കേട്ടുകൊണ്ടിരുന്നു. കുറച്ചുപേർ അവനെ കൊടുക്കാൻ വേണ്ടി അവനെ കേട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ മനുഷ്യരൊക്കെ വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തതകൾക്കിടയിലും ക്രിസ്തു അവൻ്റെ ദൗത്യം വളരെ മനോഹരമായി പൂർത്തിയാക്കി ഈ ഭൂമിയെ കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഒന്ന് ഓർത്ത് നോക്കിയേ, ചില മനുഷ്യരൊക്കെ നമ്മളെ നോക്കി കൈ ചൂണ്ടുന്നില്ലേ? എന്തുമാത്രം കുറ്റപ്പെടുത്തലുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേയധികം മനസ്സ് വേദനിക്കുന്നില്ലേ? നമ്മളൊക്കെ ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കാൻ ചില മനുഷ്യരൊക്കെ നമ്മുടെ നേരെ കൈ ചൂണ്ടുന്നില്ലേ? ഈ ചൂണ്ടലുകളൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ വിരലുകൾ എവിടെ ചൂണ്ടുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മളൊക്കെ ചൂണ്ടേണ്ടത് ആ മനുഷ്യരുടെ നേരെയല്ല, മറിച്ച് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ. നമ്മൾ എന്തിനാണോ ഇവിടെ നിയോഗിക്കപ്പെട്ടത് ആ നിയോഗങ്ങൾക്ക് നേരെ നമ്മൾ കൈ ചൂണ്ടണം. പറയാനുള്ളവരൊക്കെ പറയട്ടെ, ക്രിസ്തുവിൻ്റെ ചെവികളൊന്നും ഫരിസേയരുടെ ആരോപണങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ടില്ല. അവൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ കൈ ചൂണ്ടി. അതുകൊണ്ട് അവനെ നോക്കി കൈ ചൂണ്ടാൻ അനേകം മനുഷ്യരുണ്ടായിരുന്നു. അവനെ കേൾക്കാൻ അനേകം ജനങ്ങൾ തടിച്ചുകൂടി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ നമുക്ക് നൽകുന്നൊരു സന്ദേശം വിരലുകളൊക്കെ എവിടെ നോക്കി ചൂണ്ടുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് നേരെ നമുക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നുകൊണ്ട് പലരും കൈ ചൂണ്ടുമ്പോൾ തിരിച്ച് നമ്മളും കൈ ചൂണ്ടിയാൽ എന്ത് വ്യത്യാസമാണുള്ളത്? നമ്മളിലേക്ക് വിരലുകൾ എങ്ങോട്ട് കൈ ചൂണ്ടണം എന്ന് ഉള്ളിലൊരു നിശ്ചയം സൂക്ഷിക്കുക. എന്നിട്ട് ഉത്തരവാദിത്തങ്ങൾ വളരെ മനോഹരമായി ക്രിസ്തുവിനെ പോലെ ചെയ്ത് കടന്നു പോവുക. ക്രിസ്തുവിനെക്കുറിച്ച് ഈ ഭൂമി പറഞ്ഞില്ലേ, അവൻ നന്മകൾ ചെയ്ത് കടന്നു പോയെന്ന്. അവസാനം നമ്മളിലേക്ക് കല്ലറയ്ക്ക് മുകളിലും അങ്ങനൊരു വാക്ക് വേണം, അവൻ നന്മ ചെയ്ത് കടന്നു പോയി. അതിനപ്പുറത്തേക്ക് ഈ ഭൂമി നമുക്ക് നൽകാൻ ഏറ്റവും മനോഹരമായൊരു വാക്കില്ല എന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ചേരട്ടെ ഈ ലോകമാം വാരിധേ തീരകളുയരുന്നേ ഘോരമാ കോൾ ശാന്തമായി തീരും വരെ രക്ഷക എൻ ജീവനെ കാക്കൂ
നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. വേറെ സംഗീതമില്ലേ എനിക്കാശ്രയം നീ താൻ. നാഥ കൈവെടിയല്ലേ കാത്തുരക്ഷിക്ക സദാ. കർത്താ നീ എന്നാശ്രയം, ത്വൽപാദം എൻ ശരണം. നിൻ ചിറകിൻ കീഴെന്നും ചേർത്തു സൂക്ഷിച്ചിടണം. യേശു എൻ ആത്മസഖേ, നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. ക്രിസ്തുവിൻ ആവശ്യങ്ങൾ നിന്നാൽ നിറവേറ്റുന്നു. ഏഴകൾ നിരാശ്രയർക്കാധാരം നീയാകുന്നു. നീതിമാൻ നീ നിർമ്മലൻ, മഹാമ്ലേച്ഛൻ ഞാൻ മുറ്റും. പാപിഞ്ഞ കൃപാസത്യം നീ മുറ്റും. യേശു എൻ ആത്മസഖേ, നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. കാരുണ്യവാരാനിധേ, കന്മഷം കഴുകുകേ. നിത്യജീവവെള്ളമെൻ ചിത്തം ശുദ്ധമാക്കട്ടെ. ജീവനോറവാം നാഥ, ഞാനേറെ കുടിക്കട്ടെ. എന്നുള്ളിൽ ഉയരുക നിത്യകാലമൊക്കവേ. യേശു എൻ ആത്മസഖേ, നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. യേശു എൻ ആത്മസഖേ, നിൻ മാർവിൽ ഞാൻ ചേരട്ടെ.